സാറേ അപ്പോഴേ ഈ ആ, നിർവികൽപ്പ സമാധിയും മരണവും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ബേസ് ചെയ്തൊന്ന് പോകാമോ സാറേ? ആദ്യം സമാധിയെ പറ്റി പറയാം. സമാധിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലാണ്, വേറൊന്നിലും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. വചനാമൃതത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ട് വിധത്തിലുള്ള സമാധി ഉണ്ടെന്ന്. ഉം. അത് നമ്മൾ ഈ സാധാരണ പറഞ്ഞു പോകുന്ന അല്ലെ പതഞ്ജലി യോഗ സൂത്രത്തിൽ പറയുന്ന സമാധി ഡിവിഷൻ അല്ലത്. അത് ഈശ്വരീയ സമാധിയും ജീവകോടികളുടെ സമാധി. ഇത് മനസ്സിലായെങ്കിലേ സമാധിയുടെ ശരിക്കുള്ള ബേസ് മനസ്സിലാവും. ജീവകോടികളുടെ സമാധിയാണ് നമ്മൾ സാധാരണ എല്ലാവരും സമാധിയിലിരിക്കുക എന്ന് പറയുന്ന ആ ബ്ലിസ്സിൽ ലയിച്ചിരിക്കുന്ന ആ സമാധി. ഈശ്വര സമാധി ഇത് പറഞ്ഞിരിക്കുന്നത് വചനാമൃതത്തിലാണ്, ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലാണ്. വേറെ ഒരു പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, വേറെ എവിടെയും പറയാതെ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ ഉത്തരവില്ല. കാരണം വേറൊരു പുസ്തകത്തിൽ ഞാൻ ഇത് വായിച്ചിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വേദം മുതൽ ഉപനിഷത്തുകൾ മുതൽ വായിച്ചിട്ടുണ്ട്. ഒന്നിനകത്തും പറയാത്തതുകൊണ്ട് വേറെ വല്ല ദേവതകളുടെ അദ്ദേഹത്തിന് ദേവതകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ മറ്റോ ആണോ അദ്ദേഹത്തിന് ഈ അറിവ് കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും ഈ രണ്ട് വിധത്തിലുള്ള സമാധി കൂട്ടങ്ങളുണ്ട്. ഒന്ന് ജീവകോടികളും മറ്റേത് ഈശ്വരകോടികളും. ജീവകോടികളാണ് സാധാരണ മനുഷ്യ സമാധികളെല്ലാം. ഈശ്വരകോടികള് വളരെ അപൂർവമായ സമാധിയാണ്. ഇപ്പൊ എനിക്കുണ്ടായ സമാധി, വിവേകാനന്ദനുണ്ടായ സമാധി ഈശ്വരകോടികളുടെ സമാധിയാണ്. അപ്പൊ ഈശ്വരകോടികൾക്ക് മാത്രമേ അത് മറ്റൊരാൾക്ക് ഈ ഈശ്വരകോടി സമാധി കിട്ടിയത് വിവേകാനന്ദന് മാത്രമായിട്ട് അറിവുള്ളൂ. എന്നാൽ ഇതിന്റെ സൂചന ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി സ ഭൂമ എന്ന് ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ആകെ അത്രയേ ഉള്ളൂ. അത് സുബ്രഹ്മണ്യന്റെ മൂലരൂപമായ ഒരു ഋഷിയുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഒരിടത്തും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വചനാമൃതത്തിലാണ്. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സമാധിയുണ്ട്. ഈ സമാധിയെ പറ്റി അറിയാതെ നമ്മൾ സമാധിയെ പറ്റി ജനറലായിട്ട് പറയാൻ പറ്റില്ല. ഈ സാധാരണ എല്ലാവരും യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന ആ സമാധി ജീവസമാധിയെ പറ്റിയാ ജീവസമാധിയെ പറ്റിയല്ലേ, ജീവകോടികളുടെ സമാധിയെ പറ്റിയാ പറഞ്ഞത്. മറ്റേ സമാധിയെ പറ്റി ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ലാഹരി മഹാസേൻ അദ്ദേഹം ഇതുപോലെ പോയിട്ട് തിരിച്ചു വരുന്ന, ജീസസിനെ പോലെ തിരിച്ചു വന്ന് കഥകൾ പറയുന്ന ഒരു ഇതുണ്ട്, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ. അപ്പൊ അത് തപോലോകത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരിച്ച് വന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏത് ടൈപ്പ് സമാധിയിൽ പെടുത്താൻ പറ്റും അക്കോർഡിംഗ് ടു? അല്ല, ഇതെല്ലാം ഈ പറയുന്ന സമാധി എല്ലാം അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ ശരീരം പോലൊന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം പോകുന്നത്, സൂക്ഷ്മ ശരീരത്തിലാണ് പോകുന്നത് എന്ന് തോന്നിയാൽ അത് ജീവകോടി സമാധിയാണ്. ഈശ്വരീയ സമാധി ഫുള്ളായിട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. പാർഷ്യലായിട്ട് വിവേകാനന്ദനുണ്ടായി. വേറെ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നാക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ന പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കാം. ഇങ്ങനെയാണ് സമാധി വിശേഷം. സമാധി ഈ രണ്ട് സമാധിയെ പ്രത്യേകം അറിഞ്ഞെങ്കിലേ സമാധിയെ നമുക്ക് അതിന് മൂല്യം കൽപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ സാറേ, എനിക്ക് ചോദിക്കണം തോന്നിയത്, നമ്മുടെ ലോകങ്ങൾ നമ്മൾ പല ഇതിലും ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴേ തപോലോകമാണ് ഏറ്റവും മേളിൽ നിൽക്കുന്ന ലോകം. അതിൻ്റെ താഴെയാണ് ഈ സ്വർഗങ്ങളും ദേവന്മാരുടെ ലോകങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താണ്, സാറിന്റെ ടേക്ക് എന്താണ്?
ആ തപോലോകം, സത്യലോകം, പിന്നീട് ബ്രഹ്മാവിന്റെ സത്യലോകം ഞാൻ തപോലോകം വരെ ധ്യാനത്തിലും പോയിട്ടുണ്ട്. തപോലോകത്തിൽ എന്റെ ഒരു സൂക്ഷ്മ രൂപം തപോലോകത്തിന്റെ ചേർന്ന്, എന്റെ മൂലരൂപം അവിടെയാണ്. തപോലോകത്തിനോട് തൊട്ട് ചേർന്നാണ് എന്റെ മൂലരൂപമുള്ളത്. അതിനെപ്പറ്റി അവിടെ പറയാൻ പറ്റുമോ? അല്ല, അത് എനിക്ക് അങ്ങനെ മാത്രം പറയാ, ഒന്നും ഒരു ഇതില്ല, ഫോഴ്സ് ഇല്ല ഒന്നും. അത് അവിടെ ഞാൻ ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് മുമ്പേ പറഞ്ഞ പോലെ ഒരു ജീവസമാധിയിൽ ഉയരുകയായിരുന്നു. ജീവകോടികളുടെ സമാധിയിൽ ഉയർന്ന് ഈ തലത്തിലെത്തി. ആ തലത്തിലെത്തിയത് അവിടെ രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നു. അതിലൊന്ന് രാജകുമാരിയാണ്, ആ തലത്തിലെ രാജകുമാരിയാണ്. മറ്റേത് കിരീടമൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. ഇതാരാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അവരിടയിൽ കുറെ സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും ധ്യാനത്തിലായിരുന്നു. ആ രാജ്ഞി ചോദിക്കുകയാണ്, ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തൊട്ട് മേളിൽ നിന്ന് ഒരു ഋഷി താപ്പോട്ടിറങ്ങി വരും. ഇവരുടെ അടുക്ക വന്ന് ഓച്ചാരിച്ചു നിന്നു. അപ്പൊ എനിക്ക് ഈ ഋഷിയെ പരിചയമുണ്ട്. എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു ഇത് ഭൃഗുവാണ്, ഭൃഗുമുനിയാണ്. അപ്പൊ ഞാന് ഉടൻ തന്നെ ഇവര് ചോദിക്കുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടല്ലോ, പുള്ളി പോയിട്ട് കുറെ നാളായി, എത്രയും പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ ഇവിടെ എത്തിക്കണം. ആ 2 വർഷത്തിനുള്ളിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മുനി താണു വണങ്ങി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള തലത്തിലോട്ട് അദ്ദേഹം പോയി. അപ്പൊ എനിക്ക് തോന്നി ഇത് എന്നെ പറ്റിയാണോ സംശയം ഉണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് പിൻവാങ്ങി എന്റെ ശരീരത്തിലോട്ട് തന്നെ പോന്നു. അതൊരു 2023 ഓഗസ്റ്റ് 25-നാണ്. ഓഗസ്റ്റ് 25 2025 ഓഗസ്റ്റ് 26-ന് എനിക്ക് മരണം സംഭവിച്ചു. അത് ഞാൻ എന്നെ കൊല്ലാനായിട്ടൊരു കൊച്ചുമൂകാംബിക എന്ന് പറഞ്ഞിട്ടൊരു തപസ്വിയുണ്ട്. കേട്ടിട്ടുണ്ടോ? കൊച്ചുമൂകാംബിക എന്ന് പറഞ്ഞിട്ടൊരു സന്യാസിനി. മൂകാംബിക എന്ന് കേട്ടിട്ടുണ്ടോ? മൂകാംബിക ക്ഷേത്രം. അവിടുത്തെ ഒരു വലിയ തപസ്യായ സ്ത്രീയാണ് കൊച്ചുമൂകാംബിക. അപ്പൊ ഇവര് ഞാൻ പാലക്കാടുള്ള സമയത്ത് എന്നെ കൊല്ലണമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്, ഞാൻ താമസിക്കുന്നതിന് ഒരു അമ്പലത്തിന്റെ സൈഡിലാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് 3 മാസം താമസിച്ചു. എന്നിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോ അവര് ഹോമം ഉണ്ടോ കൂട്ടി എന്നെയാണെന്നും പറഞ്ഞിട്ട് ഈ നാരങ്ങയാണ് ഇവര് കൂടുതൽ ഹോമകുണ്ടത്തിൽ ഈ ഹോമിച്ചത്. എന്നിട്ട് ഈ ചുട്ട നാരങ്ങ ഈ ഞാനാന്നും പറഞ്ഞിട്ട് ഈ ശൂലത്തിൽ കൊരുത്തിട്ട് ആ ശിവക്ഷേത്രത്തിന് ചുറ്റും വരും. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിന്റെ വടക്കേ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഞാന് ഈ സമയത്ത് ഇവരെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. കണ്ടാ ഇവര് കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ. എനിക്ക് കാണണമെന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? അല്ല സാറിന് ഇത് എങ്ങനെ അറിയാം ഇവര് കൊല്ലാൻ നടക്കുവാണെന്ന്? നാട്ടുകാർ പറഞ്ഞു. നാട് മുഴുവൻ ഞാൻ താമസിക്കുന്ന നാട് മുഴുവൻ പാട്ടായി, ഇങ്ങനെ ഇവരെന്നെ കൊല്ലാൻ നടക്കുകയാണ്. ശൂലം കൊണ്ട് ശൂലത്തിൽ കൊരുത്ത് കൊല്ലാനായിട്ട്. അപ്പോൾ ഞാന് ഇതെല്ലാം കഴിഞ്ഞു 3 മാസം കഴിഞ്ഞ് ഇവര് കൊല്ലാൻ പറ്റാതെ കൊണ്ടാകും, അതോ ഇനി കൊന്നോന്നും അറിയില്ല. ഞാനിപ്പോ ജീവൻ മാത്രമാണോ ഇരിക്കുന്ന അറിയില്ല. ഇവരങ്ങ് തിരിച്ചു പോയപ്പോ മുമ്പേ ഞാൻ പറഞ്ഞ ഒരു ആശ്രമക്കാർ അവിടെ, അവർക്ക് മൂകാംബികയുടെ ആശ്രമമുണ്ട്. അപ്പൊ അവര് വർഷത്തിലൊരിക്കല് എനിക്ക് ടിക്കറ്റ് അയച്ചു തരും പോകാനുള്ള. ഞാനും കുടുംബമായിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പല പ്രാവശ്യം പോയപ്പോഴും അവിടുത്തെ സ്വാമി പറഞ്ഞു, ഡോക്ടറെ തിരക്കി കൊച്ചുമൂകാംബിക ഇവിടെ കയറി വരാറുണ്ട്.
എന്തുവാ സംഭവം? ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല സംഭവം എന്താണ്. ഇവിടെയും വരാറുണ്ട്. വരാറുണ്ട്. ലവം വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. അവരുടെ കയ്യിൽ ശൂലവും കാണും. എന്നിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചു പോവുക. അപ്പോ എനിക്ക് എന്തോ ഒരു വശപ്പശക് അപ്പോഴും തോന്നി തുടങ്ങി. ഇത് വർഷങ്ങളപ്പോഴത്തേക്ക് കുറെ വർഷങ്ങളായി. ഇവർക്ക് എന്തോ പാപത്തിന്റെ ഭാവം എവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് തീർക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടുമില്ല. അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ജൂണിൽ എനിക്ക് തോന്നി ഇവർക്കൊരു ജോഡി വസ്ത്രവും സാരിയും മാലയും പഴങ്ങളും ഒക്കെ മേടിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതെല്ലാം മേടിച്ച്, പഴങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മേടിച്ച് ഞാൻ മൂകാംബി ആശ്രമത്തിൽ. അപ്പോ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവര് ടിക്കറ്റൊക്കെ ഉടൻ തന്നെ അയച്ചു തരും. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ എത്തി. ഈ പഴങ്ങളൊന്നും മേടിച്ചില്ല, ഈ ഡ്രസ്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാന് അവിടുത്തെ ഒരു സ്വാമിയോട് ചോദിച്ചു, ഇങ്ങനെ കൊച്ചു മൂകാംബിയെ കാണാറുണ്ടോ ഇവിടെ? അവര് മരിച്ചു പോയല്ലോ എന്ന്. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് അന്വേഷിച്ചു, അവിടെ കാണാൻ കൊണ്ടുവന്ന്. അത് 2 മാസമായി. അവരുടെ ഇവിടുത്തെ അംബാവനം എന്നാണ് അവിടുത്തെ വനം അറിയപ്പെടുന്നത്. ആ അംബാവനത്തിൽ ഒരിടത്ത് മൃഗങ്ങൾ ഉപദ്രവിച്ച് മരിച്ച ലക്ഷണത്തില് അവരും 2 ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശരീരം കിടക്കുന്നതായി. അപ്പൊ ഞാനൊരു എന്തോ കാണാത്തത് ഭാഗ്യമായെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അവരെന്തെങ്കിലും ഉപദ്രവിച്ചാൽ തടയാനൊന്നും എനിക്ക് പറ്റില്ല. അവർ വളരെ ശക്തിമതിയായ ഒരു സ്ത്രീയാണ്, ഒരു ഭയങ്കര ശക്തിമതിയായ യോഗിനിയാണ്. ഞാനിതെല്ലാം അമ്പലത്തിൽ കൊണ്ടുപോയി. ഇപ്പൊ അപ്പോഴത്തേക്ക് ഒരു പുതിയ മൂകാംബിയമ്മ അവിടെ ഉടലെടുത്തു. അവര് എറണാകുളത്തുകാരിയെ മറ്റുമാണ്. അവരെ മുമ്പിൽ ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട്, അവരെ മുമ്പിലല്ല, അമ്പലത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, അതിനകത്തെ സാരിയോ അതിൻ്റെ അടുത്ത് അവരെ മുമ്പിലും കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. 3 മാസം ഞങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ അപ്പുറം ഇപ്പുറം ഉണ്ടായിട്ട് പോലും കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാതിരുന്നത് കൊണ്ട് ഇത്രയും നാൾ ജീവിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ സാറിന്റെ മരണത്തിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ്? അവിടെ പോയിട്ട് ഞാൻ ഇവിടെ രാത്രി ആയപ്പോൾ 1 മണിയായപ്പോൾ 12 മണിയായപ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഇവിടെ എത്തി ക്ഷീണം കൊണ്ട് ഞാൻ പെട്ടെന്ന് കിടന്നു. 1 മണിയായപ്പോഴത്തേക്ക് ശരീരം തളർന്നു പോയി. ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് ഉയരുന്നുണ്ട് ഉള്ളതുപോലെ തോന്നി. പിന്നെ എനിക്ക് സാർ ഒരു ഡേറ്റ് പറഞ്ഞില്ലേ സാറ് മെഡിറ്റേഷനില്? അത് 25 ആഗസ്റ്റ് 25, അതാ 2 വർഷം. 2 വർഷം. അതിന്റെ കണക്ഷൻ എന്താണ്? എനിക്കറിയില്ല. അവര് സംസാരിച്ചതല്ലേ, ആ മുനിയോട് സംസാരിച്ചതാണ്. 2 വർഷത്തിനുള്ളിൽ എന്നെ അവിടെ എത്തിക്കണം, ആ മുനിയോട് സംസാരിച്ചതല്ലേ. അപ്പൊ ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിന്റെ പിറ്റേന്നായി സംഭവിക്കുന്നു. ഇപ്പൊ ജൂണിലല്ല, ആഗസ്റ്റിലാണ് ഞാൻ മൂകാംബിയെ പോയത്. അപ്പൊ ആഗസ്റ്റ് 26-ാം തീയതിയാണ് എനിക്ക് പറഞ്ഞ മാസം തെറ്റിപ്പോയി. ആഗസ്റ്റ് 26-ാം തീയതിയാണ് എനിക്ക് മരണം സംഭവിക്കുന്നത്. പിറ്റേന്ന് മരണം സംഭവിച്ചിട്ട് മരണമാണെന്ന് അറിയുന്നത് രാവിലെ എണ്ണിക്കാൻ പറ്റിയില്ല. 12 മണിയായപ്പോൾ എണ്ണിച്ചപ്പോഴത്തേക്ക് കാലൊക്കെ റിജിഡായി പോയി, കട്ടിയായി. കാലിലെ കാഫ് മസിലൊക്കെ കാലിന്റെ അകത്ത് കയറി. കാലിന്റെ പത്തി ഇങ്ങനെ അങ്ങ് മരിച്ചവരുടെ പത്തി ഇങ്ങനെ നേരെ ഇരിക്കില്ലേ, അതുപോലെ അങ്ങ് നേരെയായി. സാറ് ബോഡി എക്സിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിന് അതെങ്ങനെ അറിയാൻ പറ്റും? ഈ ബോഡി എന്റെ ആ മരണം എന്ന് വെച്ചാല് ബോഡി എക്സിറ്റ് ആകുക എന്നുള്ള മരണമല്ല, മരിച്ചു എന്ന് മാത്രമേ എനിക്കറിയാവൂ. ഞാനിവിടെ പോയി എനിക്കറിയില്ല, എന്നെ പറ്റി ഒരു ബോധവും എനിക്കില്ല. മരിച്ചു എന്ന് മാത്രം അറിയാം. കാരണം മരിച്ചു എന്നറിയുന്ന ബോധം, മരിച്ചു എന്നുള്ള ബോധം അറിയാൻ കാരണം ഒരു മരണത്തിൽ എന്തെല്ലാം പ്രത്യേക കാണുമോ അതെല്ലാം എൻ്റെ ശരീരത്തിലുണ്ട്. അതിനുശേഷമാണ് എനിക്ക് നടക്കാൻ വയ്യാതായത്. എൻ്റെ കാലങ്ങ് പാരലായിപ്പോയി. അതായത് നമ്മുടെ ഉപ്പൂറ്റി ഏതാണ്ട് കാലിന്റെ പകുതിക്ക് വന്നിരിക്കുക. കാലിന്റെ വിരല് അങ്ങ് നമ്മൾ വിരൽ കൊണ്ട് മാത്രമേ ചവിട്ടാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അങ്ങ് കട്ടിയായിപ്പോയി. ശരീരം പൊതുവെ കട്ടിയായി. അപ്പൊ ഇങ്ങനെ നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ പിന്നെ വൈഫൊക്കെ പിടിച്ചാണ് ഇങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോകാനൊക്കെ പറ്റിയത്. പിന്നെ തിരുമുഖമൊക്കെ ചെയ്തിട്ട് ആ മസിലൊക്കെ പിന്നെ ഇപ്പോഴും ഞാൻ അതിന്റെ എക്സർസൈസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഈ മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനുശേഷം പിന്നെ വലിയ യാത്രകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. കാലിന്റെ ഒരു വലിയ പ്രശ്നമാണ്, കാലിന്റെ മസിലാണ് ഈ
രണ്ട് മസിലും അങ്ങ് കാഫ് മസിൽ അങ്ങ് ഉള്ളിൽ കയറിപ്പോയി. അതുപോലെ വിരലുകളങ്ങ് പാരൽ ടു എർത്തിന് സമമായിട്ട് വിരലുകളങ്ങ് മൂന്നു. ഫുട്ട് എന്ന് പറയുന്ന കാലിന്റെ ഉപ്പൂറ്റി കാലിന്റെ മധ്യത്തിൽ വന്നിരിക്കുക. കാലിന്റെ നേരെ നൂത്ത കാലിന്റെ മധ്യത്തിലാണ് ഉപ്പൂറ്റിയിരിക്കുന്നത്. ഇതൊക്കെ പിന്നീട് വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നെ സാധാരണ കാലാക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോഴാണ് ശരിക്കും ഒന്നും അറിയാൻ വയ്യാതെ കിടന്നതാണ്. എനിക്കൊന്നും അറിയില്ല, എൻ്റെ ബോധം പോയതോ അല്ലെ മരിച്ചതോ ഒന്നും എനിക്കറിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മരിച്ചതായിരുന്നു. എന്നാൽ മരിച്ച അനുഭവങ്ങൾ പറഞ്ഞ 1-2 കേസുകൾ എനിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയൊന്നുമല്ല ഇതുണ്ടായത്. അതിനെപ്പറ്റി പറയണോ? പറഞ്ഞോളൂ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അമ്മ, അവര് ഹെൽത്ത് സെന്ററിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ തന്നെയുള്ള? അല്ലല്ല, ഹെൽത്ത് സെന്ററിൽ അലോപ്പതി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയി റിട്ടയർഡ് ചെയ്തതാണ്. ഈ അപ്പോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ സ്ത്രീ എന്നെ വിളിച്ചു, ഇങ്ങനെ അമ്മയ്ക്ക് എന്തോ പറ്റി, ഒന്ന് പെട്ടെന്നൊന്ന് നോക്കൂ. ഞാൻ ഇവിടുന്നൊരു 4 കിലോമീറ്റർ ഉണ്ട് അവരുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവരേതാണ്ട് എല്ലാരെയും അറിയിക്കാൻ പറഞ്ഞു. ഇവരേതാണ്ട് തീർന്നു കിടക്കുക, മരണത്തിന് ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു ഒരാളെ കൂടെ ഒന്ന് വിളിച്ചു കാണി. വേറൊരു ഡോക്ടർ അടുത്തുണ്ടായിരുന്നു, അയാളെയും വിളിച്ചു കാണിച്ചു. മരണം കൺഫേം ചെയ്തിട്ട് വൈകുന്നേരമായപ്പോ എന്നെ വീണ്ടും വിളിക്കുന്നു. ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് വരുമോ? പറയാം എന്താ കാര്യം? അത് വന്നേ പറ്റുള്ളൂ. അപ്പൊ പറയാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ഉടനെ അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പോഴേ ഈ വല്യമ്മ അവിടെ കുത്തിയിരിക്കുന്നു. ഈ മരിച്ചതിന് രാവിലെ പറഞ്ഞ വല്യമ്മ അവിടെ കുത്തിയിരിക്കുന്നു. അപ്പൊ ഈ കുത്തിയിരിക്കുന്ന ഇത് കണ്ടിട്ട് ഞാൻ ഇതെന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഈ തള്ള എന്തൊക്കെ കുത്തിയെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഇതെന്താ സംഭവിച്ചത്? അത് ഞങ്ങളുടെ ജ്യേഷ്ഠന്, അയാളൊരു പാസ്റ്ററാ. അയാള് സ്കൂളിലെ മാഷാണ്, മലപ്പുറത്താണ്. അയാളെ വിവരമറിയിച്ചിട്ട് വരാൻ ശകലം താമസിച്ചു. വൈകുന്നേരം 5 മണിയായി. 5 മണിയായി വന്നപ്പോ അമ്മച്ചി എന്നും പറഞ്ഞ് ഇയാളുടെ ഇവരുടെ പുറത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞതാ. കരഞ്ഞപ്പോ ഇവര് ചാടി നിന്ദിച്ചു. എന്നിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങുക. ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറയുന്നത് പോയ കഥകളാണ്, ഈ മരണത്തിൽ കൂടെ കണ്ട കഥകളാണ്. ഇവര് ഈ ഹിന്ദു വിശ്വാസത്തോട് 100% എതിർക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് കണ്ണെടുത്തിട്ടുണ്ടേ കണ്ടുകൂടാ. അവരുടെ മക്കൾ 2 പേരുണ്ടെന്ന് തോന്നുന്നു. 2 പേരും പാസ്റ്ററോ മറ്റോ ഒക്കെയാണ്. മറ്റു ജോലികളുണ്ടെങ്കിലും പാസ്റ്റർമാരാണ്. അത്ര ശക്തമായ ക്രൈസ്തവ വിശ്വാസികൾ. ഇവര് പറയുന്നത് ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ നടന്ന് പോയപ്പോ എൻ്റെ ഇടതുവശത്ത് എൻ്റെ ഇടത്തെ കാലിന്റെ അവിടെ ഒരു നനവ് കണ്ടു. നോക്കിയപ്പോ പാല് കൊണ്ടിങ്ങൊരു സമുദ്രം. ആ സമുദ്രത്തിനകത്തിലെ തിരയിലാണ് എൻ്റെ കാലെ വന്നടിക്കുന്നത്. അതിനകത്ത് ഒരാള് പാമ്പിനെ ചുരുട്ടി കൂട്ടി വെച്ചിട്ട് അതിന്റെ പുറത്ത് കിടക്കുന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. എങ്ങോട്ടാണെന്നറിയാതെ നടക്കുകയാണ്. ഇവർക്ക് ഈ വിഷ്ണു ലോകമൊന്നും ഇവർക്ക് അറിയില്ല. എങ്ങോട്ടാണെന്നറിയാതാണ് നടക്കുന്നത്. നടന്നൊരു കയറ്റം. ആ കയറ്റത്തില് അറിയാതെ കയറി മേപ്പോട്ട് പോവാണ്. മേപ്പോട്ട് ചെന്നപ്പോഴ് ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് അപ്പോഴത്തേക്ക് 10-40 വർഷമായി. ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്, 2ാം വർഷം പഠിക്കുമ്പോഴോ മറ്റോ ആണ് ഇവരുടെ എന്നെ വിളിച്ച സ്ത്രീയുടെ അച്ഛൻ ഈ ഫാദർ മരിക്കുന്നു. വളരെ വർഷങ്ങളായി ഈ സംഭവം നടക്കുമ്പോഴത്തേക്ക്. ഇത് 15-ലോ 13-ലോ മറ്റോ ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ
അങ്ങനെ അവിടുന്ന് മേപ്പോട്ട് പോയി കയറി ചെന്നപ്പോ ഇവരെ ഹസ്ബൻഡ് മേളിയും താപ്പോട്ടിറങ്ങി വരുന്നു. അപ്പോ താപ്പോട്ടിറങ്ങി വന്നപ്പോ ഇയാളുടെ തല ഒരു വശത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഒരു വശത്തേക്ക് അയാളുടെ തല, ഹസ്ബൻഡിന്റെ. അപ്പൊ അതൊന്നും ചിന്തിക്കാൻ നേരമില്ല. ഇവര് വീണ്ടും നേരെ ഇവര് തമ്മിലൊന്നും കണ്ടു. എന്നിട്ട് അയാളെ താപ്പോട്ട് ഇറങ്ങിപ്പോന്നു. ഇവര് നേരെ മേപ്പോട്ട് പോയി. മേപ്പോട്ട് ചെന്ന് ഒരു ഇതുവരെ നടന്നതിനേക്കാൾ ഒരു പ്രകാശമാനമായ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു പാറപ്പുറത്ത് 4-5 പേരിരിക്കുന്നു. അതിലെ നടുക്കിരിക്കുന്ന ആള് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ശരീരം കൊണ്ടുള്ള ആള്. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ, ഐസ് കൊണ്ടുണ്ടാക്കിയ ശരീരം. ആ ആളിന്റെ കഴുത്തിൽ ഒരു നീല നിറത്തിലുള്ള പാമ്പ് കിടപ്പുണ്ട്. അയാളുടെ വലതുവശത്ത് ആളിനെ അറിയാം, യേശുവാണ് ഇരിക്കുന്നത്. ഇടതുവശത്തിരിക്കുന്ന ആളിനെ അറിയില്ല. ഒരു പച്ച തലയെക്കെട്ട് കെട്ടിയ ആളാണ്. അതിന്റെ ഇപ്പുറത്തും ചുമന്ന തലയെക്കെട്ട് കെട്ടിയ ആളാണ്. ആകെ പിന്നെ കുറെ നമ്മള് പല മതത്തിലും വായിച്ചിട്ടുള്ള പലരെയാണ് ഇവർ പറയുന്നത്. എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. ആൾക്കാരെയൊക്കെ പിന്നെ മനസ്സിലായത് നമ്മുടെ ശ്രീ എമ്മിന്റെ ഹിമാലയത്തിൽ വെച്ചിട്ട് ധ്യാനം ചെയ്തപ്പോൾ കണ്ട കാര്യം അദ്ദേഹം വിശദീകരിച്ചപ്പോഴാണ്. പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞ ആ പുസ്തകം ഇറങ്ങുന്നത്. ആ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് അതിനകത്തെ ആൾക്കാരെ എല്ലാത്തിനെയും പിടികിട്ടിയത്. ആദ്യം എനിക്ക് ശിവനെ പിടികിട്ടുള്ളൂ, പിന്നെ യേശുവിനെ പിടികിട്ടി, പിന്നെ അള്ളായും പിടികിട്ടി, ടർബൻ പോലെ കിട്ടിയിരിക്കുന്ന ആളിനെയും പിടികിട്ടി, മറ്റേ ഈ സിഖുകാരൻ. ബാക്കിയൊന്നും പിടികിട്ടിയില്ല. അത് പിടികിട്ടിയത് നമ്മളുടെ എമ്മിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ ആരും സംസാരിക്കില്ല. അതിനകത്ത് ഈ പാമ്പ് തലയെ കെട്ടിയിരിക്കുന്ന ഈ ഗ്ലാസ് പോലിരിക്കുന്ന മനുഷ്യൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ, ശിവൻ. നിങ്ങൾ പോയി താഴെ പോയി കാല് കഴുകിയിട്ടു എന്ന് പറഞ്ഞു. അപ്പോ ഈ യേശുവിന്റെ മുമ്പിൽ ഒരു ബലിപീഠം കിടപ്പുണ്ട്. ബലിപീഠത്തിൽ മുഴുവൻ രക്തമാണ്. ഒരു വാളും അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോ ഇത് എല്ലാം കണ്ടിട്ട് ഒന്നും തോന്നിയില്ല, ബലിക്കാണെന്നോ ഒന്നും തോന്നിയില്ല. ഇവര് താപ്പോട്ടിറങ്ങി നേരെ താഴെ, വളരെ താഴെ വന്നപ്പോ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കാല് കഴുകാനായിട്ട് തുടങ്ങിയപ്പോ അതിന്റെ തണുപ്പാണോ എന്താണെന്ന് അറിയില്ല, ഇവരുടെ ഉച്ചി വരെ ഒരു ശക്തി കയറി അങ്ങ് നിറഞ്ഞു. അപ്പോഴൊരു ശബ്ദം കേൾക്കാം, നിനക്ക് സമയമായിട്ടില്ല, പോയിട്ട് തിരിച്ചു വരിക. ഞാൻ ഇതുപോലൊരു സെയിം ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സാറേ ഇതിനു മുമ്പ്. അമേരിക്കക്കാരൻ, ഇംഗ്ലീഷ്. പുള്ളിയോട് ഇത് തന്നെയാ പറഞ്ഞത്, അവിടുന്ന് പിന്നെ അവര് തിരിച്ചു വന്ന സമയത്താണ് ഈ മകൻ വന്ന് കെട്ടിപ്പിടിക്കുകയും അമ്മച്ചി എന്നും പറഞ്ഞിട്ട് വിളിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവര് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.